മിന്നാമിനുങ്ങുകളെ കാണാൻ ഭാഗ്യം ചെയ്ത അവസാന തലമുറയാകുമോ നമ്മുടേത്? ഇണചേരുന്നതോടെ ജീവൻ പോകുന്ന മിന്നാമിനുങ്ങ് കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു അല്ലേ? എന്നാൽ അതാണ് സത്യം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. നമ്മുടെ ഇത്തിരി കുഞ്ഞൻ മിന്നാമിനുങ്ങുകൾ വംശനാശ ഭീഷണിയിലാണ്. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ മിന്നാമിനുങ്ങുകൾക്ക് വംശനാശം സംഭവിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇണയെ ആകർഷിക്കാൻ മിന്നാമിനുങ്ങുകൾ പുറപ്പെടുവിക്കുന്ന സിഗ്നലാണ് രാത്രിയിൽ നമുക്ക് വെളിച്ചമായി തോന്നുന്നത്. മിന്നാമിനുങ്ങുകളുടെ അടിവയറ്റിലെ രാസപ്രവർത്തനത്തിന്റെ ഫലമായി 510 മുതൽ 670 നാനോമീറ്റർ വരെ തരംഗദൈർഘ്യമുള്ള മഞ്ഞ, പച്ച, ഇളം ചുവപ്പ് നിറങ്ങളിലുള്ള വെളിച്ചം ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഭൂരിഭാഗം സമയവും മണ്ണിലോ ഇലകൾക്കിടയിലോ കഴിയുന്ന ജീവികളാണ് മിന്നാമിനുങ്ങുകൾ. ഈർപ്പമുള്ള ചതുപ്പു പ്രദേശങ്ങളിലാണ് മിന്നാമിനുങ്ങുകൾ കൂടുതലായും കാണപ്പെടുന്നത്. വംശനാശ ഭീഷണിയാണെങ്കിലും കേരളത്തിൽ മിന്നാമിനുങ്ങുകൾ ഇല്ലാതായിട്ടില്ല. ഇരുട്ടും സമാധാനവും തേടി കൂട്ടത്തോടെ നാടുവിട്ടതാണ് കാരണം. രാത്രിയിൽ ലൈറ്റുകൾ നാട്ടിലെമ്പാടും ഓണാക്കിയിടുന്നത് ഒഴിവാക്കിയാൽ മിന്നാമിനുങ്ങുകൾ തിരികെയെത്തും. കൂരിരുട്ടുള്ള വനമേഖലകളിലും സമീപ പ്രദേശങ്ങളിലുമാണ് മിന്നാമിനുങ്ങുകളുടെ വിഹാര കേന്ദ്രങ്ങൾ. വൈദ്യുത ലൈറ്റുകളാണ് മിന്നാമിനുങ്ങുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഏറ്റവും ഭീഷണി. കാലചക്രത്തിന്റെ ഒടുവിലെ 28 ദിവസങ്ങളിലാണ് മിന്നാമിനുങ്ങുകൾ ഇണചേരുന്നത്. ഇണയെ ആകർഷിക്കാനാണ് മിന്നിയുള്ള പറക്കൽ. ഗ്രാമങ്ങളിൽ പോലും രാത്രികാലങ്ങളിലെ ലൈറ്റുകളുടെ അതിപ്രസരം ഇണചേരലിനെ സാരമായി ബാധിക്കുന്നു. ഇണചേരുന്നതോടെ ആൺ മിന്നാമിനുങ്ങും ചതുപ്പുകളിൽ മുട്ടയിടുന്നതിന് പിന്നാലെ പെൺ മിന്നാമിനുങ്ങുകളും ചത്തുപോകും. 10 മുതൽ 14 ദിവസത്തിനകം മുട്ട വിരിയും. മണ്ണിരയെയും ചെറിയ ഒച്ചുകളെയും ഭക്ഷിച്ച് 150-200 ദിവസം ലാർവയായി ജീവിക്കും. ലാർവയുടെ വാലും ഇരുട്ടിൽ തിളങ്ങും. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണിത്. പ്യൂപ്പയായി കുറച്ചുനാൾ, പിന്നീട് 21 മുതൽ 28 ദിവസം വരെ ആകാശ ജീവിതം. ലോകത്താകെ 2000-ലേറെ ഇനങ്ങളുണ്ടെന്നാണ് പഠനം പറയുന്നത്. അമിത രാസവള പ്രയോഗവും പുല്ലുകൾ വെട്ടിയൊതുക്കുന്നതും പരിസ്ഥിതി മലിനീകരണം, വനനശീകരണം തുടങ്ങിയ കാരണങ്ങളും മിന്നാമിനുങ്ങുകൾ വംശനാശ ഭീഷണി നേരിടുന്നു.